Hello everyone, welcome to my channel Shimna Study Corner. Today we are going to deal with a topic in grammar. We are going to talk about subject, predicate and object. ഇന്ന് നമ്മൾ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് subject, predicate, object എന്നീ മൂന്ന് കാര്യങ്ങളെ പറ്റിയാണ്. Every complete sentence is divided into a subject and a predicate. കംപ്ലീറ്റ് ആയിട്ടുള്ള എല്ലാ സെന്റൻസും ഇംഗ്ലീഷിലെ എല്ലാ സെന്റൻസും രണ്ട് ഭാഗമായിട്ട് തിരിച്ചിരിക്കുന്നു, സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ്. നൗ ലെറ്റ്സ് സീ വാട്ട് സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ് ഇസ്. സബ്ജക്റ്റും പ്രെഡിക്കേറ്റും എന്താണെന്നുള്ളത് വിശദമായി നമുക്കിനി നോക്കാം. സബ്ജക്റ്റ് is something that tells us about who or what the sentence speaks about. അതായത് ഒരു സെന്റൻസിൽ എന്തിനെ പറ്റിയോ അല്ലെങ്കിൽ ആരെ പറ്റിയോ ആണോ സംസാരിക്കുന്നത് അതിനെ സൂചിപ്പിക്കുന്ന ആ വാക്കാണ് സബ്ജക്റ്റ്. Then what is predicate? Predicate tells us more about the subject. ആ സെന്റൻസിൽ സബ്ജക്റ്റിനെ പറ്റി കൂടുതൽ നമുക്ക് എന്തൊക്കെ പറഞ്ഞു തരുന്നോ ആ ഭാഗം മുഴുവൻ പ്രെഡിക്കേറ്റ് ആണ്. To be frank, ഒരു സെന്റൻസിൽ സബ്ജക്റ്റ് ഒഴികെയുള്ള ബാക്കി എല്ലാറ്റിനെയും നമ്മൾ പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നു. Let's see a few examples. First example is Sonu likes to play football. Sonu likes to play football എന്നതാണ് ഫസ്റ്റ് എക്സാമ്പിൾ. ഇതിൽ നമ്മൾ സബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ആരെ പറ്റിയാണ് ഈ സ്റ്റേറ്റ്മെന്റിൽ സംസാരിക്കുന്നത്? യെസ്, സോനുവിനെ പറ്റി. അപ്പൊ ഇവിടെ സോനു എന്നുള്ളതാണ് സബ്ജക്റ്റ്. Then what is the predicate? Predicate tells us something more about Sonu. സോനുവിനെ പറ്റി ഇവിടെ കൂടുതൽ പറഞ്ഞു തരുന്നത് എന്താണ്? അതാണ് predicate. Likes to play football. അത് സോനുവിനെ പറ്റി നമുക്ക് കൂടുതൽ പറഞ്ഞു തരുന്നു. So that is the predicate. Now let's see example number 2. Sharanya kicked the ball. ഇതാണ് അടുത്ത എക്സാമ്പിൾ. ശരണ്യ kicked the ball. അപ്പൊ നിങ്ങൾ പറയൂ, ഏതാണ് ഇതിലെ സബ്ജക്റ്റ്? ആരെ പറ്റിയാണ് ഈ സ്റ്റേറ്റ്മെന്റ് സംസാരിക്കുന്നത്? യെസ്, ഇറ്റ് സ്പീക്സ് അബൌട്ട് ശരണ്യ. ശരണ്യാണ് ഈ സ്റ്റേറ്റ്മെന്റിലെ സബ്ജക്റ്റ്. ശരണ്യനെ പറ്റി കൂടുതൽ നമുക്ക് എന്താണ് പറഞ്ഞു തരുന്നത് ഈ സ്റ്റേറ്റ്മെന്റ്? നമുക്ക് പറഞ്ഞു തരുന്നത് ഷീ കിക്ഡ് ദ ബോൾ. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റിലെ സബ്ജക്റ്റ് ശരണ്യയും കിക്ഡ് ദ ബോൾ എന്നത് പ്രെഡിക്കേറ്റുമാണ്. ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് എക്സാമ്പിൾ. സ്വീറ്റി ഇസ് എ ഗുഡ് ഗേൾ. ഈ സ്റ്റേറ്റ്മെന്റിലെ സബ്ജക്റ്റ് എന്താണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ആരെ പറ്റിയിട്ടാണ് ഈ സ്റ്റേറ്റ്മെന്റ് സംസാരിക്കുന്നത്? സ്വീറ്റിയെ പറ്റിയിട്ട്. അപ്പോൾ സ്വീറ്റി ഇസ് ദ സബ്ജക്റ്റ് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്. ഈ സ്റ്റേറ്റ്മെന്റിൽ ബാക്കി വരുന്ന എല്ലാതും ഇസ് എ ഗുഡ് ഗേൾ, അത് സംസാരിക്കുന്നത് സ്വീറ്റിയെ പറ്റിയാണ്. സോ സംതിങ് വിച്ച് ടെൽസ് us about the subject is the predicate. അപ്പോൾ is a good girl എന്നുള്ളതാണ് ഈ സെന്റൻസിന്റെ പ്രെഡിക്കേറ്റ്. ഇനി ലെറ്റ്സ് ഗോ ഇൻ ടു ദ ലാസ്റ്റ് എക്സാമ്പിൾ. ഷുഗർ ഇസ് വെരി സ്വീറ്റ്. നെക്സ്റ്റ് എക്സാമ്പിൾ ഇതാണ്. ഷുഗർ ഇസ് വെരി സ്വീറ്റ്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. സോ ഈ സ്റ്റേറ്റ്മെന്റിൽ എന്തിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്? യെസ്, ഷുഗറിനെ പറ്റിയാണ് സംസാരിക്കുന്നത്, പഞ്ചസാര, അതിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. സോ ദാറ്റ് ഈസ് ദ സബ്ജക്റ്റ് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ പ്രെഡിക്കേറ്റ് എന്തായിരിക്കും? ഷുഗറിനെ പറ്റി പറയുന്ന ബാക്കിയുള്ള കാര്യങ്ങൾ. ഇസ് വെരി സ്വീറ്റ്, അതാണ് ഈ സെന്റൻസിലെ പ്രെഡിക്കേറ്റ്. അപ്പൊ നിങ്ങൾക്ക് സബ്ജക്റ്റും പ്രെഡിക്കേറ്റും എന്താണെന്ന് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ തേർഡ് ആസ്പെക്ട്, മൂന്നാമത്തെ കാര്യം ഈ വീഡിയോയിലെ, അതാണ് ഒബ്ജക്റ്റ്. വാട്ട് ഈസ് എൻ ഒബ്ജക്റ്റ്? Object is a person or thing affected by the action of a subject. അതായത് ഒരു സെന്റൻസിലെ സബ്ജക്റ്റിന്റെ ആക്ഷൻ, ആ സബ്ജക്റ്റിന്റെ പ്രവർത്തനം കൊണ്ട് എഫക്റ്റഡ് ആവുന്നത് അല്ലെങ്കിൽ ആ പ്രവർത്തനം റിസീവ് ചെയ്യുന്ന ഒരു സാധനമോ ഒരാളോ ഉണ്ടായിരിക്കും. അതിനെ പറയുന്ന പേരാണ് ഒബ്ജക്റ്റ്. ഈ ഒബ്ജക്റ്റ് എപ്പോഴും ഒരു നൗൺ ആയിരിക്കും. നമ്മൾക്കറിയാലോ, ഒരു വസ്തുവോ ഒരു വ്യക്തിയോ ആണെങ്കിൽ ദാറ്റ് വിൽ ഓൾവേസ് ബി എ നൗൺ. ഓക്കെ, സോ ഈ ഒബ്ജക്റ്റ് എപ്പോഴും ഒരു നൗൺ ആയിരിക്കും. ഇനി ഒബ്ജക്റ്റിനെ പറ്റി നമ്മൾ ഒരു കാര്യം കൂടി ഓർത്തിരിക്കേണ്ടതുണ്ട്. അൺലൈക്ക് സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ്, ഒബ്ജക്റ്റ് ഒരു സെന്റൻസിൽ ഉണ്ടായിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല. അതായത് ഒരു സെന്റൻസ് എടുത്താൽ നമ്മൾക്ക് എന്തായാലും അതിൽ സബ്ജക്റ്റും ഉണ്ടാവും പ്രെഡിക്കേറ്റും ഉണ്ടാവും. പക്ഷേ ഒബ്ജക്റ്റ് അങ്ങനെ ഉണ്ടാവണം എന്നില്ല. ചില സ്റ്റേറ്റ്മെന്റ്സിൽ ഉണ്ടാവാം, ചിലതിൽ ഉണ്ടായിരിക്കില്ല. കുറച്ച് എക്സാമ്പിൾസ് നോക്കി കഴിയുമ്പോൾ നമുക്കത് കൂടുതൽ മനസ്സിലാവും. ലെറ്റ്സ് ചെക്ക് ഔട്ട് ദ എക്സാമ്പിൾസ് വി ടുക്ക് ഏർലിയർ. നേരത്തെ ചെയ്ത എക്സാമ്പിൾസ് തന്നെ നമുക്ക് നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ, സോനു ലൈക്സ് ടു പ്ലേ ഫുട്ബോൾ. ഇതിൽ സോനു എന്നുള്ളത് സബ്ജക്റ്റ് ആണെന്ന് നമ്മൾ നേരത്തെ കണ്ടു. ഇനി സോനുവിന്റെ ആക്ഷനായ ലൈക്സ് ടു പ്ലേ, അതിൽ റിസീവ് ചെയ്യുന്ന ഒരു വസ്തു ഉണ്ട് മറ്റേ തലയ്ക്കൽ. അതാരാണ്? ഫുട്ബോൾ എന്ന ഗെയിം. സോ ഇൻ ദാറ്റ് സെന്റൻസ് ദ റിസീവർ ഓഫ് സോനൂസ് ആക്ഷൻ ഇസ് ഫുട്ബോൾ, ദ ഗെയിം ഫുട്ബോൾ. സോ ദാറ്റ് ഈസ് ദ ഒബ്ജക്റ്റ് ഇൻ ദാറ്റ് സെന്റൻസ്.
ഇനി നമുക്ക് നേരത്തെ കണ്ട സെക്കൻഡ് എക്സാമ്പിൾ നോക്കാം. ശരണ്യ കിക്ഡ് ദ ബോൾ. ദാറ്റ് വാസ് എ സെക്കൻഡ് എക്സാമ്പിൾ. ഇതിൽ ശരണ്യ എന്നുള്ളത് സബ്ജക്റ്റ് ആണെന്ന് വി സോ ഇറ്റ് ഏർലിയർ. ഇവിടെ ശരണ്യ എന്ന സബ്ജക്റ്റിന്റെ ആക്ഷനായ കിക്ക്, അത് റിസീവ് ചെയ്യുന്ന ഒബ്ജക്റ്റ് എന്താണ്? ബോൾ. യെസ്, സോ ബോൾ ഇസ് ദ ഒബ്ജക്റ്റ് ഓഫ് ദാറ്റ് സ്റ്റേറ്റ്മെന്റ്. ഇപ്പൊ നമ്മൾ ഇവിടെ കണ്ടത് എന്താണ്? ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സിനും സബ്ജക്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഒബ്ജക്റ്റ് ഉണ്ട്. Now let's see the third example. ഇനി തേർഡ് എക്സാമ്പിൾ എന്താണ്? സ്വീറ്റി ഇസ് എ ഗുഡ് ഗേൾ. ഇതാണ് തേർഡ് എക്സാമ്പിൾ. ഇവിടെ സ്വീറ്റി എന്നുള്ളത് സബ്ജക്റ്റ് ആണ്, പക്ഷെ സ്വീറ്റി എന്നുള്ള സബ്ജക്റ്റ് ഇവിടെ ഒരു ആക്ഷൻ ചെയ്യുന്നുമില്ല, അത് റിസീവ് ചെയ്യാൻ ഒരു ആളും ഒരു വസ്തുവോ ഇല്ല. So in this case we have only the subject and the predicate and no object. ഇതുപോലെ തന്നെയാണ് അടുത്ത എക്സാമ്പിളും. ഷുഗർ ഇസ് വെരി സ്വീറ്റ്. ഈ കേസിൽ സബ്ജക്റ്റ് ഷുഗർ ആണെന്ന് നമ്മൾ നേരത്തെ കണ്ടു, ബട്ട് ഷുഗർ എന്നുള്ള സബ്ജക്റ്റ് ഒരു ആക്ഷൻ ചെയ്യുന്നുമില്ല, അത് റിസീവ് ചെയ്യാൻ ഒരു വ്യക്തിയോ വസ്തുവോ ഇല്ല. സോ ദർ ഇസ് നോ ഒബ്ജക്റ്റ് ഫോർ ദിസ് സ്റ്റേറ്റ്മെന്റ്. സോ ഈ എക്സാമ്പിൾസിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഒബ്ജക്റ്റ് എന്നുള്ളത് ഒരു സ്റ്റേറ്റ്മെന്റിലോ സെന്റൻസിലോ നിർബന്ധം ഇല്ലാത്ത ഒരു കാര്യമാണ്. അത് ഒരു സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. പക്ഷെ സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ് അത് എന്തായാലും ഉണ്ടായിരിക്കും ഒരു കംപ്ലീറ്റ് സ്റ്റേറ്റ്മെന്റ്. സോ ദീസ് ആർ ദ തിങ്സ് ദാറ്റ് വി ഹവ് ലേൺഡ് ഇൻ ടുഡേയ്സ് വീഡിയോ. ഈ വീഡിയോയിൽ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക, ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചേക്കുക, സോ ദാറ്റ് യു നെവർ മിസ് any of your English grammar classes. So അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും it's bye from me, Shimna. See ya.